നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ മുന്നറിയിപ്പുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളതെന്ന് വിശദമായി നോക്കാം. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കേരളത്തിൽ മഴ ശക്തമാകും. ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപത്തായാണ് ന്യൂനമർദ്ദം കഴിഞ്ഞ ദിവസം രൂപപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 20-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ കോട്ടയം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് ആയിരുന്നു. ഇന്ന് ഏതൊക്കെ ജില്ലകളാണ് മഞ്ഞ അലർട്ട് ഉള്ളതെന്ന് നോക്കാം. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്, യെല്ലോ അലർട്ടാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം. 19-ാം തീയതി കോട്ടയം, ഇടുക്കി. 20-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക ഈ ജില്ലയിലുള്ളവർ. കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട്. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആണ് ഈ കള്ളക്കടൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ തീരങ്ങളിൽ 0.9 മുതൽ 1.1 മീറ്റർ വരെ ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കള്ളക്കടൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കേണ്ടത് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളാണ്. കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കുക. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾ ഈ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഈ ഒരു സാഹചര്യത്തിൽ കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കരുത്. അതുപോലെ തന്നെ കരയ്ക്ക് അടുപ്പിക്കാനും നോക്കരുത്. തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നത്, കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കുക. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതും ആവശ്യം തന്നെയാണ്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം. നിലവിൽ ഇന്ന് മത്സ്യബന്ധനത്തിന്റെ തടസ്സമില്ല. ഇനി മുന്നറിയിപ്പുകൾ മാറി മറിയുമോ എന്നറിയില്ല. ഇന്ന് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. 18-ാം തീയതി ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. 19-ാം തീയതി ആൻഡമാൻ കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്ററിന് വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. 20-ാം തീയതി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം, ആൻഡമാൻ കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. ഇന്ന് പല ജില്ലകളിൽ രാവിലെ തന്നെ മഴയുടെ ഒരു അന്തരീക്ഷമാണുള്ളത്. എന്തായാലും മഴ മുന്നറിയിപ്പുള്ള ജില്ലകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട്. മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജില്ലകളിലുള്ളവർ മഴ മുന്നറിയിപ്പ് അല്ലെങ്കിൽ മഴയുണ്ടാകുമെന്ന മുൻകരുതലോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.